കുറച്ചുകൂടെ കെയറിങ് കെയറിങ് പേഴ്സൺ. കെയറിങ് അത് എനിക്ക് രണ്ട് രീതിക്കാവാം. കെയറിങ് കിട്ടുന്ന ഒരാളാവാം, അല്ലെങ്കിൽ കൊടുക്കുന്ന കൊടുക്കുന്ന ആളായിരിക്കും. ആളാണ്. ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ഇപ്പം പൂജ എന്റെ കാര്യത്തിൽ നല്ല കെയർ ചെയ്തായിട്ട് എനിക്ക് അറിയാം. കാരണം ഞാൻ വന്ന സമയത്ത് എനിക്ക് എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി ഉം, ഉം. മാറി നിന്നപ്പോൾ പോലും പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് എന്താന്നൊക്കെ ചോദിച്ച് അപ്പൊ പൂജ ഭയങ്കര കെയറിങ് ആയിട്ട് ആ വന്നു. പൂജയുടെ കാര്യം പറയുമ്പോൾ അടുത്തൊരു ലെവലിലോട്ട് പോയായിരുന്നു. കല്യാണാലോചന വരെ അപ്പൊ അനിയത്തിക്ക് വേണ്ടി കല്യാണാലോചന വരെ വന്നിട്ടുണ്ടായിരുന്നു. കുറെ ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് അന്ന് ആദ്യം വന്നപ്പോ ശരണ്യ ചേച്ചി എന്ന് പറഞ്ഞു. ആ ശരണ്യ ചേച്ചി അപ്പൊ ഫണ്ട് അല്ല ഫണ്ടാ തമാശ രീതി ഉണ്ട്. പറഞ്ഞു. എവിടേക്കോ ഈ കല്യാണം നടക്കുന്നതിന് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ കുറെ കൂടെ ഈസി ആവുന്നതുകൊണ്ട് അഭിഷേകിന്റെ എനിക്ക് കാര്യത്തിൽ കുറെ ഈസിയായി. കൂടി അല്ലേ? കുറെ പേരെ കല്യാണം മുടങ്ങിന്ന് മനസ്സിലായി. പക്ഷെ എന്റെ കുറെ കല്യാണം ഇങ്ങോട്ട് ആലോചന വരാൻ തുടങ്ങി. അനിയത്തിയുടെ ആലോചന വന്നിട്ട് ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണ അഭിഷേകിനെ പോലെ ഒരു നല്ലൊരു പയ്യനെ അവൾ കെട്ടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ വരെ ഓപ്പൺ ആയിട്ട് പറയണു. അങ്ങനെ കുറെ ഉണ്ട്. എനിക്ക് കുറെ വരുന്നുണ്ട് കല്യാണാലോചനയുടെ സംസാരിപ്പം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇൻസ്റ്റയിൽ ഇപ്പൊ 2 ദിവസമായിട്ട് എനിക്ക് ലവ് ലെറ്റേഴ്സ് കുറെ വന്നിട്ടുണ്ട്. ലവ് ലെറ്റർ ഞാൻ ഇരുന്ന് വായിക്കും. എല്ലാവർക്കും എനിക്ക് മാക്സിമം എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും. എല്ലാവർക്കും താങ്ക് യു. ഞാൻ ഇരുന്ന് അയക്കുക വായിക്കുക. അപ്പൊ ചിലര് 1-2 മെസ്സേജ് ചെറിയ മെസ്സേജ് അയച്ച് ഹായ് ഹലോ അതിനൊന്നുമില്ല. ചിലർക്ക് ഭയങ്കരമായിട്ട് ഇരുന്ന് വർണ്ണിക്കും. അത് കണ്ടിട്ട് നമ്മള് അയക്കാതിരിക്കുന്നത്. കിട്ടിയ പോലെ രക്തത്തിൽ ചാലിച്ച ലെറ്റർ പോലും കിട്ടിയോ? അതൊന്നുമില്ല. ഇല്ല. ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന ബൊക്കെ ഒരു പെങ്കൊച്ച് കൊണ്ടുപോയി. എനിക്ക് തന്ന ബൊക്കെ കൊണ്ടുപോയി. പിന്നെ ടീഷർട്ട്, പിന്നെ ഞാൻ ഒരു ടീഷർട്ട് ഊരായിരുന്നു. ആ ടീഷർട്ട് പിടിച്ചു വലിയായിരുന്നു. അത് കൊണ്ടുപോയിട്ടുണ്ട് ഒരാള്. ബൊക്കെ കൊണ്ടുപോയ പെങ്കൊച്ച് എനിക്ക് ഫോട്ടോ അയച്ചു, ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു പെങ്കൊച്ച് എനിക്ക് ലവ് ലെറ്റേഴ്സ് അയച്ചു. പിന്നെ ആരണ്ടൊക്കെ എന്തൊക്കെയോ ഒരു പെങ്കൊച്ച് ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഭയങ്കര പ്രേമൊക്കെ എന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ എണ്ണം സിനിമയ്ക്ക് വേണ്ടിട്ടാണ്. പക്ഷെ പോയത് നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് വഴിയാ കൂടുതലും. കാരണം എനിക്ക് മെസ്സേജുകൾ കിടക്കുന്നുണ്ട്, റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ മാക്സിമം ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയും കിടക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ കിടപ്പുള്ളൂ. പക്ഷെ ഫ്രണ്ട്സ് വഴിയൊക്കെ പിന്നെ കണക്ട് ചെയ്ത് കുറെ പേര് വന്ന് ഒന്ന് മെസ്സേജ് അയക്കാൻ പറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വിട്ടുകളയും.